ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അടുപ്പിൻ്റെ കല്ല് നേരാക്കാനാട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അടുപ്പ് വെച്ചപ്പോൾ അടുപ്പുണ്ടാക്കി വന്നപ്പോൾ നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഉമ്മറത്തെ ടൈല് മാറ്റിയപ്പോൾ ആ ടൈലെടുത്തിട്ട് അടുപ്പിൻ്റെ അവിടെ വെച്ചിട്ട് അവർ, ഞാനന്ന് ഇവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ അമ്മയുടെ വീട്ടിലൊരു പ്രോഗ്രാമായിട്ട് അവിടെയായിരുന്നു. വന്നപ്പോഴേക്കിനും അടുപ്പിൻ്റെ കല്ല് ചെറുതായിട്ട് ഉണ്ടായിരുന്നുണ്ട്. പിന്നെ ഞാൻ ഓടൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അടുപ്പ് ഇതുവരെ കത്തിച്ചേട്ടോ. പിന്നെ എനിക്കിത് പുക എടുക്കാനൊക്കെ തുടങ്ങി നോക്കുമ്പോൾ എനിക്ക് തോന്നി ഇന്ന് വേണ്ട, എന്നാൽ നമുക്ക് തന്നെ അത് അടുപ്പിൻ്റെ കല്ല് ഉയർത്തി നോക്കാമെന്നുള്ള ലെവലിൽ ആദ്യത്തെ അടുപ്പ് ചെറിയ അടുപ്പ് ഞാൻ ആദ്യം ശരിയാക്കി. പിന്നെ ഞാൻ ഈ വലിയ അടുപ്പ് നേരാക്കിയത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കത്തണം, കാരണം നമ്മൾ കല്ല് ഉയർന്നിരിക്കുമ്പോഴാണ് ഈ അടുപ്പുകൾ നന്നായിട്ട് കത്തുക. അല്ലാന്നുണ്ടെങ്കിൽ അമർന്നിരുന്ന് കഴിഞ്ഞാൽ ആകെ പുക, വിറക് കിടന്നിട്ട് ആകെ പുകഞ്ഞിതാവും. പുകയില്ലാത്ത അടുപ്പാണെങ്കിൽ നമുക്ക് ഇങ്ങനെ, പുകയുള്ള അടുപ്പാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, അത് പുകയുള്ള ഇതുണ്ടാവുമല്ലോ. അപ്പോൾ അതില്ലാത്തതോടെ കൊണ്ട് ഞാൻ തന്നെ ഇത് എന്താ പറയുക, മെറ്റലും പിന്നെ നമ്മൾ എംസാനും സിമെൻറ്റൊക്കെ കൂടെ കൂട്ടി ആദ്യം ഞാൻ ഇത് കല്ല് പോലെ ഉണ്ടാക്കി വെച്ചിട്ടോ. എന്നിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഈ ഒരു പണി എടുത്തിട്ടുള്ളത് കേട്ടോ. ഒക്കെ ചെയ്യുന്നത് വൈകുന്നേരത്താട്ടോ. നമ്മുടെ എല്ലാ അടുക്കളത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരത്താണ് ഞാൻ അത് ചെയ്യാറുള്ളത്. എല്ലാ പണിയും കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇനി ഇത് 2 ദിവസം കഴിഞ്ഞാൽ നമുക്കിത് കത്തിക്കും. ഇപ്പോൾ വിഷുവൊക്കെ വിഷുവിന് സദ്യ ഓർഡർ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പകരമായിട്ട് നമുക്കത് സെറ്റാക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരൊക്കെ ടാറ്റാ ബൈ ബൈ. ഇഷ്ടപ്പെട്ടൊക്കെ ലൈക്കൊക്കെ തരണം കേട്ടോ. ടാറ്റാ ബൈ ബൈ.